എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബൈഗൻ ബർത്തേ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ നടുവേ കീറി കുറച്ച് എണ്ണയും ഉപ്പും തടവി ഒന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. സാധാരണ ഇരുമ്പ് ദോശക്കല്ലിൽ വെച്ച് വേവിച്ചെടുത്താലും മതി. ഇതിപ്പം 3 വലുതായത് കാരണം ഇത് ഓവനിൽ വെച്ച് ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലായാലും മതിയാവും. വെളിച്ചെണ്ണയെക്കാളും സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുറമെല്ലാം നല്ലപോലെ ആ ഉപ്പും എണ്ണയെല്ലാം ഒന്ന് തടവി ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ദോശക്കല്ലിൽ വയ്ക്കുമ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചാൽ വേഗത്തിലായി കിട്ടും. അതിന് വേണ്ടിയിട്ട് 3 ടൊമാറ്റോ, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. സവാള ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ആ സമയത്ത് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സമയം വഴുതന നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കണം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി തൊലി മാറ്റി വെച്ച വഴുതന അതിൻ്റെ വെള്ളവും അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ മുറിക്കേണ്ട ആവശ്യമില്ല. ഈ കൂട്ടിലേക്ക് ഇട്ട് ഇളക്കി ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തി ഉടച്ചാൽ മാത്രം മതിയാകും. നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെയൊന്ന് എല്ലാം സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇതിന് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ തിളച്ച് അതിൻ്റെ എണ്ണ മീതെ തെളിയുന്ന ഒരു പാകത്തിന് വേണം കറി എടുക്കേണ്ടത്. ആ സമയത്ത് നല്ല കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവുക.
ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചപ്പാത്തിയോടൊപ്പവും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.